Hi friends, Assalamualaikum. Welcome to my channel. ഇന്ന് നിങ്ങളെ വെൽക്കം ചെയ്യാൻ എൻ്റെ ഉണ്ണിയും കൂടി എത്തിയിട്ടുണ്ട്. ഇന്നൊരു സൂപ്പർ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മളിപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ജീരകം ഇട്ട് കൊടുക്കാം. ഉപ്പിടാം. നമുക്ക് മുളക് പൊടി വേണ്ട കേട്ടോ, ഇതിപ്പോൾ വേണ്ട. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിനിപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. നമുക്കിതിനെ അധികം കനം കുറയ്ക്കാതെ ഒന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അധികം കനം കുറയ്ക്കാതെ വേണം പരത്തിയെടുക്കാൻ. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഒരു കുപ്പിയുടെ മൂടി വേണം. ഏത് കുപ്പിയുടെ മൂടി വേണമെങ്കിലും ആകാം. കണ്ടോ, നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. പകുതിക്ക് വെച്ചിട്ട് മുറിച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം, ഇതുപോലത്തെ മൂൺ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ എവിടുന്നാണ് മുറിച്ച് നിർത്തി അവിടെ തന്നെ വീണ്ടും മുറിക്കണം. എന്നാലാണ് മൂൺ ഷേപ്പ് കിട്ടുള്ളൂ. ഇതെല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ ചിപ്സ് ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലത്തെ ബാക്കിയുള്ളതെല്ലാം നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളകും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഞാൻ നുള്ള് മുളകും പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണം. നല്ല ഈസിയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടില്ല എല്ലാവരും. നല്ല ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കണം. പിന്നെ 4 മണിക്കൊക്കെ ചായക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ഉണ്ടാക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.